ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനീസ് എജു ടിപ്സിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ അനൂപ, സിജോ, ജോക്സി ഇവരെന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ ഒരു സ്ക്രീനിൽ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും അറ്റ് എ ടൈം എല്ലാ പാർട്ടിസിപ്പൻസിനെയും എങ്ങനെ കാണാം എന്നൊരു കാര്യം. അപ്പോൾ എനിക്കും ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു. ഞാനും നിങ്ങളുടെ പോലെയൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ യൂട്യൂബേഴ്സൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഒരു മെയിൻ സ്റ്റെപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്റ്റെപ്പ് നമ്മൾ പരാജയപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് മോഡിൽ ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും 100% ഞാൻ ഷുവർ തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, ഏത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, മൊബൈൽ ഫോണിലെ ഒരു സ്ക്രീനിൽ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും കാണാനായിട്ട് സാധിക്കും. സാധാരണയായി ലാപ്ടോപ്പിലാണ് ഒരു സ്ക്രീനിലെ മുഴുവൻ പാർട്ടിസിപ്പൻസിനും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ സ്ക്രീനിനെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കി വെക്കണം. അതായത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്പിൻ്റെ ആ ഒരു മോഡിലേക്ക് മാറ്റുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് നമ്മൾ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് നോക്കാം. ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ക്രോം ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് നമ്മൾ ടച്ച് ചെയ്യുന്നു. ഇതിലെ ഡെസ്ക് ടോപ്പ് സൈറ്റ്, ഇപ്പം എൻ്റെ അത് എനേബിൾ ആണ്, ചിലരിൽ അത് എനേബിൾ ആവില്ല. അതായത് ആ ടിക്ക് മാർക്ക് ഇതേപോലെ കാണില്ല. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ബോക്സിൽ ടച്ച് ചെയ്താൽ അത് നമുക്കിവിടെ എനേബിൾ ആയിട്ട് കാണാം. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ മൊബൈൽ സ്ക്രീൻ ലാപ്പ് മോഡിലാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകളിലുള്ള ആ സെർച്ച് ബാറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഗൂഗിൾ മീറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മളതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ മീറ്റ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യാണ്. അപ്പം നമുക്ക് ലാപ്ടോപ്പിൽ വരുന്ന സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ മീറ്റ് ഗൂഗിൾ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ് ഗൂഗിൾ മീറ്റിൻ്റെ എംബ്ലം നമുക്ക് കാണുന്നുണ്ട്, ജിമെയിൽ കാണുന്നുണ്ട്, ക്രോം കാണുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻസ് ആണ് കാണുക. അപ്പോൾ ഇതിൽ ക്രോം എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിലെ മീറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് പോവുക. നമുക്ക് സ്ക്രീനിൽ എല്ലാ പാർട്ടിസിപ്പൻസിനെയും കാണാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഒരു മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് ആ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചില ഫോണിൽ ഈ ക്രോം എന്നുള്ള ഓപ്ഷൻ കാണുകയില്ല. അതിന് പകരം സാംസങ് ഇൻ്റർനെറ്റിന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും ഓപ്ഷനാവും കാണുക. അപ്പോൾ അങ്ങനെ വരുന്നവർ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്രോം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന സെറ്റിങ്സിലൂടെ തന്നെ വന്നാൽ മതി. അപ്പോൾ നമ്മളതിൽ ക്രോം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓൾവേസ് എന്നതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ പോലെ നമ്മുടെ സ്ക്രീൻ മൊബൈലിൽ വരും. ഇനി നമ്മൾ സാധാരണയായിട്ട് ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്ന പോലെ നമ്മളാണ് ഗൂഗിൾ മീറ്റ് നടത്തുന്നത് എങ്കിൽ ഈ ബ്ലൂ കളറിലുള്ള സ്റ്റാർട്ട് മീറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മുകളിൽ ഷെയർ ചെയ്യുന്നതിനുള്ള നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ മിനിമൈസ് ബട്ടൺ, ഇല്ലേ, ഈ ഫോണിൻ്റെ ഏറ്റവും താഴെയുള്ള ആ റൗണ്ട്, അതാണ് നമ്മുടെ ഫോണിൻ്റെ മിനിമൈസ് ബട്ടൺ. അത് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തത് വാട്സപ്പ് എടുത്തിട്ട് ഏത് ഗ്രൂപ്പിലേക്കാണോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ആ പേജിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഫോണിൽ നിന്നുള്ള ആ മിനിമൈസ് ചെയ്തിട്ടുള്ള ആ പേജുകൾ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ ആ ഗൂഗിൾ മീറ്റിൻ്റെ ആ പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ സ്ക്രീനിൽ എല്ലാ പാർട്ടിസിപ്പൻസിനെയും കാണാനായിട്ട് സാധിക്കുക എന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിലെ ഏറ്റവും താഴെയുള്ള ആ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇല്ലേ. ആ 3 ഡോട്ട്സ് ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ആ 3 ഡോട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണാം. അതിൽ രണ്ടാമത്തെ ചേഞ്ച് ലേഔട്ട് എന്ന ഓപ്ഷനാണ് നമുക്കതിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇതിലെ സെക്കൻഡ് ഓപ്ഷൻ ടൈൽഡ് എന്ന ഓപ്ഷനാണ് നമുക്ക് സ്ക്രീനിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അതിൽ ഞാൻ ടൈൽഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ താഴെ ഒരു ബ്ലൂ ലൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇല്ലേ? ആ ബ്ലൂ ലൈൻ നമുക്ക് നമ്മുടെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് മാക്സിമത്തിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ ആ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിൽ തന്നെ ആ ഒരു നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നമ്പേഴ്സിനനുസരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമാണ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുക. ഞാനിപ്പോൾ ഇവിടെ മാക്സിമത്തിൽ ഇടാനായിട്ട് പോവുകയാണ്, 49ൽ ഇടാനായിട്ട് പോവുകയാണ്. ഇനി നമ്മുടെ മീറ്റിംഗ് നമ്മൾ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുന്നു. നമുക്ക് ഫുള്ള് 49 പാർട്ടിസിപ്പൻസിനെയും ഒരേ സമയം നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ്, മറ്റൊരാൾ കണ്ടക്ട് ചെയ്യുന്ന ഗൂഗിൾ മീറ്റിൽ നമുക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു സ്ക്രീനിൽ എങ്ങനെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും കാണാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ലിങ്ക്, ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ നേരത്തെ പോയി അതേ സ്റ്റെപ്പിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കി ഗൂഗിൾ മീറ്റ് എന്ന് ക്രോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. മീറ്റ് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മീറ്റ് ഗൂഗിൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ആ ഒരു പേജ് കാണുന്നു. അതിൽ എൻ്റർ എ കോഡ് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ജോയിൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ വേറൊരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. റെഡി ടു ജോയിൻ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് നമ്മുടെ സ്ക്രീനിൽ, മൊബൈൽ സ്ക്രീനിൽ തന്നെ 49 പാർട്ടിസിപ്പൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെയുള്ള നമ്മൾ നേരത്തെ ഡിപ്പെൻഡ് ചെയ്ത 3 ഡോട്ട്സ് തന്നെ നമുക്കൊന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിൽ ആ താഴെ കാണുന്ന ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ നമ്പറിനനുസരിച്ചിട്ട് സ്ക്രീനിൽ വരുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വലുതാക്കി കാണണമെങ്കിൽ ഇതേപോലെ പിൻ ചെയ്യാനുള്ള ഓപ്ഷനും നമ്മളുടെ മൊബൈലിലുണ്ട്. ആ ഒരു പ്രൊഫൈല് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ പിൻ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ പിന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ സ്ക്രീനിലെ മുഴുവൻ പാർട്ടിസിപ്പൻസിനെയും കാണാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ക്രോമിൽ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആക്കിയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. പിന്നെ ക്രോമിലാണ് നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിൾ മീറ്റ് എന്ന ഓപ്ഷനിലല്ല നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്, ക്രോമിലാണ് നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റായിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അതിന് മറുപടി ഞാൻ തരുന്നതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.